ഓക്കെ, കുറച്ച് ദിവസമായി സിംബക്കുട്ടനെ കണ്ടിട്ട് എനിക്ക് വീഡിയോയുടെ താഴെ ഒരുപാട് മെസ്സേജ്, പ്രൈവറ്റ് മെസ്സേജസ്, ഒരു രക്ഷയില്ല. എന്നെ കണ്ടില്ലെങ്കിലും ആർക്കും ഒരു വിഷമവും ഇല്ല. ജിംബൂട്ടിയെ കണ്ടില്ലെങ്കിൽ ഒരു രക്ഷയില്ല. ഞാൻ അതുകൊണ്ട് പറയും, എന്തുകൊണ്ടാണ് കാണിക്കാതെ, നിങ്ങൾക്ക് വിഷമമാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അത് നേരത്തേലും കുറച്ച് ക്ഷീണിച്ചിട്ടുണ്ട്. അസുഖം ഒന്നും തന്നെ ഇല്ല, എൻ്റെ കയ്യിലിരിപ്പാണ് മോശം. കഴിഞ്ഞ ദിവസം ഒരു പൂച്ച വന്നിട്ട് ഇവിടെ പുതിയതായിട്ട് ആരോ വന്നാന്ന് തോന്നുന്നു, ഒന്ന് ഞോണ്ടി. ആ ഞോണ്ടിയതിന് ശേഷം പകലുറങ്ങുന്ന അവൻ ഒരു സമയം പോലും ഉറങ്ങാതെ 3-4 ദിവസം അവൻ വീണ്ടും ഇതിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. രണ്ടുകൂടെ കൂട്ടയടി നടന്നു. പിന്നെ എന്താ സംഭവിച്ചതെന്നൊന്നും അറിയത്തില്ല. ഒരു ദിവസം നോക്കുമ്പോൾ കയറി വരുന്നു, ദേഹം മുഴുവൻ ചെളിയൊക്കെ പിരണ്ട് എങ്ങാണ്ടൂടൊക്കെ ഇച്ചിരി ചോരയൊക്കെ ഒലിപ്പിച്ചിട്ടാണ് ഇഷ്ടൻ്റെ വരവ്. ഇച്ചിരി ചോരയെ പോയുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഓർത്തു, എന്ന് ചോദിച്ചാൽ എന്നാ പറ്റിയടാ മാവൂ, അങ്ങനെ ഒരു കരച്ചിലും എൻ്റെ അടുത്ത് കരഞ്ഞു വയ്യാന്നുള്ള രീതിയിൽ. പിന്നെ അവനെ ഞാൻ ക്ലീൻ ചെയ്തെല്ലാം എടുത്തു. ഞാൻ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. മുറിവ്, ഒരു കുഞ്ഞു മുറിവേ ഉള്ളായിരുന്നു. ഞാൻ അതിന് മരുന്നും വെച്ച് പരിപാടി തീർന്നായിരുന്നു. പക്ഷേ ഇപ്പം സംഭവിച്ചത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കഴിഞ്ഞ് ഒരു 2 ദിവസം പിന്നെ ഒന്നും ഞാൻ കാണുന്നില്ല കേട്ടോ. ആളും അങ്ങനെ എന്തെങ്കിലും ഒരു പണി കിട്ടിയാൽ പിന്നെ ഭയങ്കര സാടാ. കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുമ്പോൾ ഇവിടെ ഒരു ലീക്ക് ഞാൻ കണ്ടു ഇവിടെ. അപ്പം അന്ന് വല്ല ഉരുണ്ട് പിടുത്തത്തിനിടയ്ക്ക് വല്ല മുറിവ് പറ്റിയോ നമുക്കറിയത്തില്ല. അവിടെ മുള്ളൊക്കെ ഉള്ളതല്ലേ. അപ്പം അങ്ങനെ വന്ന് ഞാൻ നോക്കുമ്പോണ്ടല്ലോ, അതിനകത്തുനിന്ന് പസ്സും എല്ലാം കൂടെ പോരും. പിന്നെ ഞാനെല്ലാം ഞെക്കി എല്ലാം കംപ്ലീറ്റ് ക്ലിയർ ചെയ്ത് മരുന്നുമൊക്കെ വെച്ച് അവൻ ഹീലായി. ഇനി ഇവൻ എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം പറ്റും നിങ്ങളെല്ലാവരും എന്നെ വഴക്ക് പറയും. എന്നാലും നിങ്ങളെ ഒന്ന് കാണിക്കുക, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പം ഇവൻ എന്തായാലും ഓക്കെയാണ്, പെർഫെക്റ്റ്ലി ഓക്കെയാണ്. ഇച്ചിരി ക്ഷീണിച്ചു, കാരണം ഫുഡ് കഴിപ്പ് കുറവാണ് 2 ദിവസം. കാരണം സങ്കടം, മനപ്രയാസമായിരുന്നു. എന്നെ ഇത്രയും കാലമായിട്ട് ആരും എൻ്റെ ദേഹത്ത് കൈവച്ചില്ല, ആരും എന്നെ കൈവച്ചു എന്നുള്ള ഒരു ദേഷ്യവും സങ്കടമൊക്കെ ആയിരുന്നു. ഇപ്പം കുഞ്ഞ് ബെറ്ററായി കേട്ടോ. എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേക്കെ. ഹായ്. ഇനി കുഞ്ഞിൻ്റെ പാട് തേണ്ടത് ഹീലാവുന്ന കണ്ടോ. ഒരു കാരണത്തെ പൂള കുറച്ചൊക്കെ പോയി അല്ലേ മോനെ? ആ, അതുകൊണ്ടാണ് നാണു വടായിരുന്നത്. എനിക്കങ്ങനെ നിങ്ങളോട് പിണക്കമൊന്നും ഉണ്ടായിച്ചല്ലായിരുന്നു. പക്ഷെ അങ്ങനെ സംഭവിച്ചു പോയേ, ചാടിയില്ല. ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ല ചിമ്പുച്ച. അയ്യോ താഴെ പൂമുത്തേ. അപ്പം എല്ലാവർക്കും ഒരു ബൈ പറഞ്ഞേക്കെ. ഇവനെ ഭയങ്കര വൈരാഗ്യബുദ്ധിയുള്ള ആളാണ് കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ പൂച്ച പോലെ ഇവനിങ്ങനെ ഇരിക്കും. പക്ഷെ ഇവനാൾ പുലിയല്ലേ, നമ്മുടെ പുലിക്കുട്ടനല്ലേ ഇവനെ. അപ്പോൾ നമുക്ക് കാണാം. എല്ലാവർക്കും താങ്ക് യു. ഉമ്മ പറഞ്ഞത്തെ എല്ലാവർക്കും ഉമ്മ ഉമ്മ ഉമ്മ.